നിങ്ങൾക്കറിയാം, പ്രണയത്തെ ആകർഷിക്കുക എന്നത് ഒരു കാര്യമാണ്. അതിലുപരി ആ പ്രണയത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്, അതായത് 3 വഴികളിലൂടെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കാനും അതുപോലെ ആ ഒരു പ്രണയം നിലനിർത്തി കൊണ്ടുപോകാനുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള 3 വഴികളാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്താണ് നമ്മുടെ ഫാമിലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കും. അതുപോലെ എല്ലാ ആഴ്ചകളിലും ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ്സ് ഉണ്ട്. ഇപ്പോഴും ഒരു പോസിറ്റിവിറ്റി നിലനിർത്താൻ ഈ ഒരു ഫാമിലി സഹായിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയും ലഭിച്ച എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രണയത്തെ അട്രാക്റ്റ് ചെയ്യാനും അതുപോലെ ആ പ്രണയത്തെ നിലനിർത്താനുമായിട്ടുള്ള 3 സിമ്പിൾ വഴികളാണ്. പക്ഷേ വളരെ പവർഫുൾ ആയിട്ടുള്ള ഈ 3 വഴികളിലൂടെ നമ്മൾ പോയാൽ ഉറപ്പായും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമുക്ക് സ്നേഹത്തോടെ ജീവിക്കാൻ സാധിക്കും. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നിങ്ങൾ ഒരുപാട് തവണ പല ആൾക്കാരിൽ നിന്ന് കേട്ടിട്ടുള്ളതും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവോയ്ഡ് ചെയ്തതുമായിട്ടുള്ള പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ളതും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് സെൽഫ് ലവ്. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സെൽഫ് ലവ് ചെയ്യുന്നതാണ്. സ്വയം സ്നേഹിക്കുക. എനിക്കറിയാം, ഇത് ചില ആൾക്കാർ കേൾക്കുമ്പോൾ സെൽഫ് ലവ്, സ്വയം സ്നേഹിക്കുക, ദാറ്റ്സ് എ ബോറിങ്. എനിക്ക് എന്നെ സ്നേഹിക്കാനൊന്നും സമയമില്ല. എനിക്ക് എൻ്റെ എക്സിനെ തിരിച്ചു കൊണ്ടുവരണം, എനിക്ക് പുതിയൊരു പെൺകുട്ടിയെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ഒരു പയ്യനെ സ്നേഹിക്കേണ്ട, അവനെ എനിക്ക് കൊണ്ടുവരണം എൻ്റെ ലൈഫിലേക്ക്, സോൾമേറ്റിനെ എനിക്ക് കണ്ടെത്താനുണ്ട്. സോ എനിക്ക് എന്നെ സ്നേഹിക്കാനൊന്നും സമയമില്ല. നിങ്ങൾ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞാലും പക്ഷെ ഞാൻ പറയുന്നു, ഫസ്റ്റ് സെൽഫ് ലവ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയണേ? ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പം സെൽഫ് ലവ് കൊണ്ട് മാത്രം നമുക്ക് ലവിനെ അട്രാക്ട് ചെയ്യുക എന്നതല്ല. അത് മാത്രമല്ല പറഞ്ഞത്, അതിനോടൊപ്പം തന്നെ നമ്മുടെ ലവിനെ, നമ്മുടെ സ്നേഹത്തെ നിലനിർത്താനും കൂടെ സഹായിക്കും. സാധാരണഗതിയിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഒരു പ്രണയത്തെ ആകർഷിക്കാനായിട്ട് നടക്കുന്നത്? അവർക്ക് ഏകാന്തത അനുഭവപ്പെടുമ്പോഴാണ്. അവർക്കൊന്നും മതിയല്ല എന്നൊരു തോന്നല്. എപ്പോഴും അവരുടെ കൂടെ ആരെങ്കിലും വേണം, ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. തനിച്ചായിരിക്കുമ്പോൾ എപ്പോഴും ഉള്ളിൽ സങ്കടം തോന്നുന്നത്. എല്ലാത്തിനും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പകുതിക്ക് താഴെയാണ് ജീവിക്കുന്നു എന്നൊരു തോന്നലാണ്. അല്ലെങ്കിൽ ഞാൻ പൂർത്തീകരണം നടക്കണമെങ്കിൽ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായാൽ മാത്രമേ ഞാനെന്ന ഒരു വ്യക്തി പൂർത്തീകരണത്തിലേക്ക് വരുവുള്ളൂ എന്നൊരു തോന്നൽ കൊണ്ടാണ് നമ്മൾ ബെറ്റർ ഹാഫിനെ, എൻ്റെ പകുതിയെ ഞാൻ കണ്ടെത്താനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, യു ഡോണ്ട് അട്രാക്ട് വാട്ട് യു വാണ്ട്, യു അട്രാക്ട് വാട്ട് യു ആർ. അതായത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഒരിക്കലും അട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താണോ അതാണ് നിങ്ങളിലേക്ക് അട്രാക്ട് ആകുന്നത്. അപ്പോഴും നിങ്ങൾ പകുതി അല്ലെങ്കിൽ നിങ്ങൾ കാൽഭാഗം മാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ, നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ആ പകുതി അല്ലെങ്കിൽ ആ കാൽഭാഗമായിരിക്കും. കാരണം യു അട്രാക്ട് ഹൂ യു ആർ. നീ എന്താണോ അതാണ് നീ അട്രാക്ട് ചെയ്യുന്നത്. ഹൂ യു ആർ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, യു നീഡ് ടു സെൽഫ് ലവ്. നിങ്ങളെ തന്നെ ആദ്യം ഇഷ്ടപ്പെടേണ്ടതുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ സാധിച്ചില്ല എങ്കിൽ, നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ കിട്ടിയില്ല എങ്കിൽ, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് സ്നേഹം വരും? പിന്നെ എങ്ങനെ നിങ്ങൾക്ക് സ്നേഹത്തെ അട്രാക്ട് ചെയ്യാൻ പറ്റും? അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നണം, ഞാൻ എന്നെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുവെന്ന്, സ്വയം ബഹുമാനിക്കുന്നുവെന്ന്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് ഇല്ല എങ്കിൽ, നമ്മുടെ പ്രപഞ്ചം എങ്ങനെ നിങ്ങൾക്ക് ലവ് അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ബഹുമാനം തരും? നിങ്ങളോടുള്ള സ്നേഹത്തിന് നിങ്ങൾ വില കൊടുത്തില്ല എങ്കിൽ പിന്നെ എങ്ങനെ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം തരും? അതുകൊണ്ടാണ് പറയുന്നത്, സെൽഫ് ലവിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. സോ നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ, വേദനിക്കുന്ന അല്ലെങ്കിൽ വേദനപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഉറപ്പായും നല്ലൊരു കോച്ചിനെ കണ്ടെത്തുക, ഒരു പരിശീലകനെ കണ്ടെത്തുക. എന്നിട്ട് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറയുക. എന്നിട്ട് എന്ത് ചെയ്യണം? ക്ലെൻസ് ചെയ്യുക. ഉള്ളിലുള്ള ആ ബാഡായിട്ടുള്ള എനർജീസിനെല്ലാം ക്ലീൻ ചെയ്ത് കളയുക. എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങളിലൂടെ, അവർ പറയുന്ന ഓരോരോ വഴികളിലൂടെ, പ്രാക്ടീസിലൂടെ ഉള്ളിലുള്ള പഴയ ആഘാതങ്ങളെയൊക്കെ ശുദ്ധീകരിക്കാൻ മെൻറ്റേഴ്സിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. എപ്പോഴാണോ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങാൻ പറ്റുന്നത്, അപ്പം മുതലേ നിങ്ങൾക്ക് സ്നേഹത്തെ അട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ സ്നേഹമാകുന്ന ഒരു കാന്തമായി മാറിയാൽ മാത്രമേ സ്നേഹം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവത്തുള്ളൂ. സ്നേഹത്തെ തേടിപ്പോകേണ്ട ഒരു കാര്യമല്ല. ഒരിക്കലും സ്നേഹത്തെ ചേസ് ചെയ്യരുത്. സ്നേഹം നിങ്ങളെ കൂടെ വരണം. അപ്പം ആദ്യം സ്നേഹം നിങ്ങളോട് വരണമെങ്കിൽ നിങ്ങൾ സ്നേഹമാകുന്ന ഒരു കാന്തമായി മാറണം. എങ്കിലേ നിങ്ങളിലേക്ക് സ്നേഹം വരത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എത്ര മനോഹരമാണ്, എത്ര സുന്ദരനും സുന്ദരനാണ് നിങ്ങൾ. നിങ്ങൾക്കറിയാം നിങ്ങൾ അത്രയും അമേസിംഗ് ആയിട്ട് ഒരു പേഴ്സൺ ആണെന്ന്. ഒരു അത്ഭുതമാണ്. സീരിയസ്ലി നിങ്ങളൊരു അത്ഭുതമാണ്. ചില ആൾക്കാർ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു ഈഗോ ആണ്, അതൊരു സെൽഫിഷ് ആണെന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. അത് 100% തെറ്റാണ്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുമ്പം പുറത്തുള്ള ആൾക്കാർ തോന്നുന്നു വെച്ചാൽ അവ അഹങ്കാരിയാണ്, അവ അങ്ങനെയാണ്, അവ ഇങ്ങനെയാണെന്നൊക്കെ പറയും. ബട്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ ആരാണെന്ന്. നിങ്ങൾ സുന്ദരനാണ്, സുന്ദരിയാണ്, നിങ്ങൾ കഴിവുള്ള ഒരാളാണ്, നിങ്ങളെ തന്നെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അറിയാം നിങ്ങളൊരു ഡിവൈൻ ആണെന്ന്. അറിയാം നിങ്ങൾ ഈ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമാണെന്ന്. അറിയാം നിങ്ങൾ ദൈവത്തിന്റെ ഒരു ഭാഗമാണെന്ന്. നിങ്ങൾക്കറിയാം നിങ്ങൾ ഇൻഫിനിറ്റി ആണെന്ന്. നിങ്ങൾക്കറിയാം നിങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന്. ശരിയല്ലേ? അത്രയും പവർഫുൾ ആണ്, നിങ്ങൾ സ്പെഷ്യലാണ്, നിങ്ങൾ അത്രയും ബ്യൂട്ടി ഉള്ള ഒരാളാണ്. എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. എപ്പോഴാണോ നിങ്ങൾ ഇല്ലായ്മയിൽ നിന്ന് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്, അപ്പം മുതൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹത്തെ കണ്ടെത്തും, ആ ഡിവൈനെ കണ്ടെത്തും, ആ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗത്തെ നിങ്ങൾ കണ്ടെത്തും. അപ്പം മുതലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളിലേക്ക് ആ സ്നേഹം എത്തിച്ചേരുന്നത്, നിങ്ങളുടെ സോൾമേറ്റ് എത്തിച്ചേരുന്നത്, ആ സ്നേഹം എന്നും നിലനിൽക്കുന്നത്. ലവിനെ അട്രാക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ ലവിനെ കീപ്പ് ചെയ്ത് പോകാനും നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഇറ്റ്സ് ഹാവിങ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നന്ദി പറയാനുള്ള മനോഭാവം ഉണ്ടായിരിക്കുക എന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ആയതിനു ശേഷം ഒരു മാസം നോക്കുമ്പം ആ ഒരു മാസത്തിൽ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണ് നിങ്ങൾ, എത്രത്തോളം സന്തോഷത്തിലാണ് നിങ്ങൾ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ ഞാൻ ചിന്തിച്ചതുപോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ പറ്റുന്നത്, ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ലല്ലോ ജീവിതം മുന്നോട്ട് പോകുന്നത്. ശരിയല്ലേ? അപ്പം നിങ്ങൾ എപ്പോഴും പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്ത് തുടങ്ങുമോ, ആ പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ബ്രെയിനിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ബ്രെയിൻ പ്രവർത്തിക്കുന്നത്. ആക്ച്വലി ഇത് നമ്മളെ സംരക്ഷിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ്, നല്ല കാര്യമാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് വിജയവും അതുപോലെ സന്തോഷം കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. എന്തിനു വേണ്ടിയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, നന്ദി പറയാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. ഓരോ ദിവസവും എല്ലാ ദിവസവും രാവിലെ 10 അനുഗ്രഹങ്ങൾ എഴുതുക. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള എന്തെല്ലാം നല്ല നല്ല അനുഭവങ്ങളുണ്ട്, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ എന്തെല്ലാം പ്ലസ് പോയിന്റ്സ് ആണ് ആ വ്യക്തിയിൽ നിന്ന് കാണുന്നത്, 10 എഴുതുക. അതുപോലെ തന്നെ രാത്രി കിടക്കാൻ പോകുന്ന മുന്നേയും 10 ആ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ, 10 അനുഗ്രഹങ്ങൾ എഴുതുക. നിങ്ങൾക്ക് എന്ത് എഴുതാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ പാർട്ട്ണർ ആയി മാറുന്നതിന് നന്ദി എഴുതാം. ഇല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിലനിന്ന് പോകാനായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. ഇനി ഒരു ലവിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, സോ നിങ്ങൾ ഓൾറെഡി അട്രാക്ട് ചെയ്തതിന് നന്ദി എഴുതാം. ഓൾറെഡി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നതിന് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി മുന്നോട്ട് പോകാം. മനസ്സിലാവുണ്ടോ? എപ്പോഴും ചിന്തിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓൾവേസ് ഇതിനകം പൂർത്തിയായതുപോലെ തന്നെ എഴുതുക. ഓൾറെഡി ഡൺ. ഞാൻ അവരോട് നന്ദിയുള്ളവനാണ്, എന്തെന്നാൽ അവൾ അല്ലെങ്കിൽ അവൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യുന്നു, ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ ആ വ്യക്തി എന്നോടൊപ്പം ജീവിക്കുന്നു, തികച്ചും അനുഗ്രഹീതനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച പോലെ അവൾ എന്നും എന്നോട് നല്ലപോലെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അവൻ എന്നും എന്നെ നല്ലപോലെ സ്നേഹിക്കുന്നു. എന്നും രാവിലെയും രാത്രി എഴുതുക. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആയില്ലേൽ പോലും നിങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ അവസ്ഥയിൽ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ആ അവസ്ഥയിൽ എത്തിയില്ലെങ്കിൽ പോലും യൂണിവേഴ്സിന് അറിയില്ല. യൂണിവേഴ്സ് എപ്പോഴും നോക്കുന്നത് നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി എങ്ങനെയാണെന്ന്, ഏത് തരത്തിലുള്ള വൈബ്രേഷൻ ഫ്രീക്വൻസി ആണെന്ന് നോക്കിയിട്ടാണ്, അതിനനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, റിസൾട്ട് കിട്ടുന്നത്. ഓൾറെഡി നിങ്ങളുടെ ലവിനെ നിങ്ങൾ അട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. നമുക്ക് ജീവിതാവസാനം വരെ ആ സ്നേഹം നിലനിർത്തി പോകണം. അപ്പം അതുകൊണ്ട് തികച്ചും നിങ്ങൾ മനസ്സിലാക്കുക, അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. അത് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയാനുള്ള ഒരു മനോഭാവം എപ്പോഴും നമ്മൾ ഓർത്ത് തന്നെ ചെയ്യുക. അപ്രിഷിയേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് തികച്ചും നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുക. പരസ്പരം അംഗീകാരങ്ങൾ പറയുക, പരസ്പരം അംഗീകരിക്കുക. ഓർക്കുക, നന്ദി പറയാനുള്ള ഒരു മനോഭാവം. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഒരു ഫലവും പ്രതീക്ഷിക്കാതെ നിരുപാധികമായി സ്നേഹിക്കുകയും അനുകമ്പ നൽകുകയും ചെയ്യുക എന്നതാണ് മൂന്നാമത്തെ പോയിന്റ്. എത്രയോ സമയത്ത് നിങ്ങൾ പലപ്പോഴും ലവ് അങ്ങോട്ട് കൊടുക്കും, സ്നേഹിക്കും, കെയർ ചെയ്യും,
അതുപോലെ നിങ്ങൾക്ക് തിരിച്ച് ആ കെയർ ബാക്ക് കിട്ടിയില്ലെങ്കിലോ, നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ആ വ്യക്തി തിരിച്ച് നമ്മളെ കെയർ ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു റെസ്പോൺസ് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങളോട് താങ്ക്സ് പറയുന്നില്ല, ഒരു തരത്തിൽ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ഗിവ് അപ്പ് ആവും, നമ്മൾ പിന്നെ സ്റ്റോപ്പ് ചെയ്യും. അതായത് ഞാൻ ഇത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, എന്നെ തിരിച്ച് ആ വ്യക്തി സ്നേഹിക്കുന്നില്ല. അവിടെ എന്താ മനസ്സിലാക്കണേ? നമ്മളവിടെ ആക്ച്വലി ആക്ഷൻസ് എടുക്കണം എന്തിനാ? കാരണം നമുക്ക് ആ ആക്ഷനിലൂടെ ഒരു ഔട്ട്കം വേണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയാണെങ്കിൽ, എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെ പ്രതീക്ഷിക്കാതെ അങ്ങ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ, ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആ വ്യക്തിയെ നിരൂപാധികമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സ്നേഹം എന്ത് ചെയ്യും? നിങ്ങളിലേക്ക് വരും. എങ്ങനെയാ സ്നേഹം കൊടുക്കേണ്ട? ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും പ്യൂറായിട്ട് ശുദ്ധമായ ആ സ്നേഹം കൊടുക്കുക. എന്താ? ഒന്നും പ്രതീക്ഷിക്കാതെ, നല്ല ഉദ്ദേശത്തോടു കൂടി ഫീൽ ചെയ്യുക. ആ ഉള്ളിലുള്ള അബണ്ടൻസ്, ആ സ്നേഹം, സമൃദ്ധി എല്ലാം ഫീൽ ചെയ്യുക. നമുക്കറിയാമല്ലോ, യൂണിവേഴ്സിൻ്റെ അബണ്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും അതിനെ നമുക്ക് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ അളക്കാൻ പറ്റത്തില്ല. പ്രപഞ്ചത്തിലെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് നമ്മളിൽ കിട്ടുന്ന പോലെ തന്നെ നമ്മളും അൺകണ്ടീഷണൽ ആയിട്ട് ലവ് കൊടുക്കുക. ഈ അൺകണ്ടീഷണൽ ലവ് കൊടുക്കുമ്പം നമ്മൾ ഒന്നും തന്നെ പ്രതീക്ഷിക്കരുത്. ജസ്റ്റ് അതിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പോവുക. ഒരു പ്രപഞ്ചത്തിൻ്റെ രഹസ്യമുണ്ട്. ആരൊക്കെയാണ് ഒരു പ്രതീക്ഷയും ഇല്ലാതെ അവരുടെ ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, ആക്ഷൻ എടുക്കുന്നു, ഉറപ്പായിട്ടും അതിനുള്ള പ്രതിഫലം കൊടുത്തിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാവട്ടെ. താങ്ക്